Hello everyone. Hello. Welcome to Travel Tips from the beautiful ലക്ഷദ്വീപ്. Yes. അപ്പൊ നമ്മുടെ ഒരുപാട് നാളത്തെ ഡ്രീം ഡെസ്റ്റിനേഷൻ നമ്മളിപ്പോ ഒന്ന് ലക്ഷദ്വീപിലാണുള്ളത്. ലക്ഷദ്വീപിന്റെ കാഴ്ചകൾ കാണാം. ഗൈസ്, ഞങ്ങൾ ലക്ഷദ്വീപിക്ക് പോവാൻ വേണ്ടിയിട്ട് കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങള് 3:30-4 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ഇനിയും ബാംഗ്ലൂരിൽ നിന്ന് നൈസ് റോഡ് കയറിയിട്ടില്ല. ഇപ്പൊ സമയം 6:10. ടീക്ക അതുകൊണ്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കണം. വീഡിയോയിലൊന്നും പറയില്ല എന്ന് പറഞ്ഞു. ടീക്കെ മൈസൂര് ഫുള്ള് ദസറ വൈബിലാട്ടോ. ഫുള്ള് ലൈറ്റിങ്സ് ഒക്കെ ഇട്ടുണ്ട്. ഇനി ഇപ്രാവശ്യമെങ്കിലും ദസറയ്ക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിരുന്നു. പക്ഷെ നമ്മൾ ബാംഗ്ലൂരിലില്ല. അല്ല, ദസറയ്ക്ക് ഇവിടെ വരല് കുറച്ച് പണിയായിരിക്കും. തിരക്കായിരിക്കും. സിറ്റി ഫുള്ള് ബ്ലോക്ക്ഡ് ആയിരിക്കും. ഇന്ന് ലൈറ്റ് കണ്ടിട്ട് പോയാലോ? ഒരു നിഗൂഢമായ വഴിയിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ് ഈ നിഗൂഢ വഴി? മഴ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അല്ല, ആക്ച്വലി ഉദ്ദേശിച്ചത് കുട്ട വഴി, അങ്ങനെ മാനന്തവാടി ചാടാനാണ്. ആ വഴി തന്നെയാണെന്നാണ് തോന്നണത്. അറിയില്ലട്ടെ. എന്തായാലും നല്ല കാടാണ്. കഴിഞ്ഞൊരു 5 കിലോമീറ്റർ ആയിട്ട് നമ്മൾ വേറെ ഒരു വണ്ടികളും കണ്ടിട്ടില്ല. ആ, ശരിയല്ലേ. ഫോറസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടി ഇല്ലാതില്ല. പേടിയൊന്നുമില്ലല്ലോ. മറ്റെന്തിൽ പറഞ്ഞാലും പേടിക്കാനും ഒരു ബുദ്ധിയാണ് പറഞ്ഞില്ലേ. നൈസ് റോഡ്. വളവിലൊക്കെയാണ് ചിലപ്പോ ആളുണ്ടാവേ. കുട്ട നമ്മളങ്ങനെ കുട്ട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് എത്രയോ കിലോമീറ്ററുകൾക്ക് ശേഷം ആണ് ആൾക്കാരെ കാണുന്നത്. കിലോമീറ്റർ ഓൾമോസ്റ്റ് 10:50 ആയി. ഫുഡ് കഴിച്ചിട്ടില്ല. അഡ്വഞ്ചറസ് ഡ്രൈവ് ആണ് അല്ലേ? അഡ്വഞ്ചറസ് ഡ്രൈവ് ആണ്. റോഡൊക്കെ അത്യാവശ്യം നല്ല മോശമാണ്. നല്ല മോശം എന്നല്ല, റോഡേ ഇല്ല. ഇപ്പൊ സമയം ഏകദേശം 1 മണി. നമ്മൾ എവിടെ എത്തിയിരിക്കേ? താമരശ്ശേരി ചെപ്പില് ചെറിയ ബ്ലോക്ക് ഉണ്ട്. ലോറികളുടെ സമയമാണല്ലോ. ചുരത്തിൽ നമ്മൾ പട്ടി ബ്ലോക്ക്. ഒരു 8 വളവ് പോകുന്നുണ്ടല്ലേ? 8 വളവ് 7 വളവ് എന്താണ് ഫുള്ള് ലോക്കാണ് ഗൈസ്. അതായത് ലോറികൾ അങ്ങോട്ട് കൊണ്ട് വന്ന് ആകെ ലോക്കാണ്. അവിടെ ഒരു വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ പൊട്ടി കിടക്കുന്നുണ്ട്. കണ്ട, ലോറി ഒന്ന് ബ്ലോക്ക് ആയതാണ് തോന്നുന്നുണ്ട്. നമ്മൾക്കൊരു അരമണിക്കൂർ ഇവിടെ പോയി. നേരം പുലപുരാപ്പറ്റർന്നു. നമ്മള് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഏതാണ്ട് 6:30 കഴിഞ്ഞു. നമ്മളൊരു ചായ കുടിക്കാൻ നിർത്തിക്കണം. നാട്ടിൽ വന്നുള്ളൊരു ഗുണതാണ്, നല്ല വെറൈറ്റി സാധനങ്ങളാണ്. ഇതാണ് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം കുറച്ച് വെള്ള കളർ ഉണ്ണിയപ്പാണ്. ഇതിനെന്താ അറിയാ? പത്തിരി. ഇത് ഒരു പത്തിരി. നമ്മളെ ചായ കുടിച്ച് ലൈറ്റായിട്ട് സ്നാക്സ് ഒക്കെ കഴിച്ച് ഇറങ്ങി. നമ്മൾ ഈ വണ്ടിയിലാട്ടാ പോണത്.
നമ്മുടെ വണ്ടി ഷാമിലിനോടെ കൊണ്ടായിട്ടുണ്ട്. ഷാമിലിനെ നമുക്ക് വഴിയെ പരിചയപ്പെടുത്താം. നമ്മളങ്ങനെ കാലിക്കറ്റ് എയർപോർട്ട് എത്തിയിരിക്കുന്നു. സോ ദിസ് ഈസ് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്. നമുക്ക് ഇവിടെ നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത്. നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് 8:50 അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇവിടെ എത്തി. നമ്മളങ്ങനെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞു. പിന്നെ എന്താ വണ്ടി തള്ളിക്കൊണ്ട് നടക്കുന്നു. ആ സെക്യൂരിറ്റിക്കാരനെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കിച്ചില്ലേ. ഒരാള് ഞാൻ പറഞ്ഞു അകത്തിന്ന്, കാലിക്കറ്റ് അകത്തിന്ന്. സിന പറഞ്ഞു കാലിക്കറ്റ് കൊച്ചി, കൊച്ചി ടു അകത്തിന്ന്. നമ്മൾ കൊച്ചിയിലേക്കാണല്ലോ. അതെ, പക്ഷെ കൊച്ചി കണക്ഷൻ ഫ്ലൈറ്റ് ആണല്ലോ. പുള്ളി കണക്ഷൻ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് എവിടെ, കൊച്ചിയുടെ ടിക്കറ്റ് എവിടെയെന്നൊക്കെ. ഇതെന്താ ചെയ്യാ. ഗേറ്റ് ഓപ്പൺ ആയിട്ടാ. ഹായ് കുട്ടപ്പു. ഹായ്. ഒരു വർഷം മുന്നേ സെയിം ടൈമിലെ നമ്മള് സെപ്റ്റംബർ ഓൾമോസ്റ്റ്. യെസ്. ഹായ് പറയൂ. നമ്മുടെ ഫ്ലൈറ്റ് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. Vietnam 6. It's boarding time. Airport looks. കുഴപ്പമില്ല, നോക്കട്ടെ. നമ്മൾ ബസ്സിൽ കയറി. ഇവിടെ ഒരു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. ഫ്ലൈറ്റ് മാറി കയറണോണ്ട് ഇതൊക്കെ ATR ആണെന്ന് നിർബന്ധമില്ല. അവിടെ നിന്നുള്ളതായിരിക്കും ATR. അല്ല, ഇവിടെ നിന്ന് ATR ആയിരിക്കണം. ഈ കാണുന്ന ആ കിടക്കുന്ന ATR ആയിരിക്കാൻ തന്നെയാണ് സാധ്യത. You know what is the difference between ATRs and Airbus? No, right? പറഞ്ഞിട്ടോ. പിന്നെ നമ്മൾ ബോർഡ് ചെയ്തു. മഴ മഴ മഴ. സോ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. Second. Thank you. Hi. Seat number 10A and 11A, right? കുട്ടൂന് സ്വന്തമായിട്ട് സീറ്റൊക്കെ ഉണ്ട് കേട്ടാ. കുട്ടൂന് സ്വന്തമായിട്ട് സീറ്റൊക്കെ ഉണ്ട്. വലിയ ആളാണ് കേട്ടോ. സീറ്റ് ബെൽറ്റ് ഇടണട്ടാ. നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരിക്കുന്നു. നല്ല മഴയുണ്ട്. ഇത് ATR മുന്നേ പോയിട്ടോ. ഫസ്റ്റ് ടൈം ഇനി ATR. ATR എന്താന്ന് വെച്ചാല് മറ്റേ ബോയിങ് മറ്റേ എന്താ മറ്റേ ജെറ്റ് എഞ്ചിൻ ആയിരിക്കില്ല. ഇതിന് മറ്റേ പ്രോപ്പലേഴ്സ് ആയിരിക്കും. അതിൽ ഡിഫറൻസ് വേറെ ഉണ്ടാവും. ഓൾമോസ്റ്റ് ഫ്ലൈറ്റ് ഫുള്ളാണ് അല്ലേ. കൊച്ചി ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത എഞ്ചിൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഫ്ലൈറ്റ് എടുത്തു. നമ്മളങ്ങനെ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി യൂട്ടേണൊക്കെ എടുത്ത് വന്നു. ഇനി ഇവിടുന്ന് ഒരൊറ്റ പോക്കാണ്. പഠിച്ചു നീ ഞങ്ങൾ കാത്തു തുടങ്ങിയതുണ്ട്. പൊന്തിയോ? പൊന്തിയിട്ടില്ല. ആകെ ഫ്ലൈറ്റിന്റെ ഇൻട്രസ്റ്റിംഗ് സ്ഥാനത്ത് മാത്രമേ ഉള്ളൂ ആ ഒരു അഡ്രിനാലിൻ റഷ്. ഞാൻ നമ്മൾ ടേക്ക് ഓഫ് ആയിരുന്നു. ഓ താഴെ ഫുള്ള് മേഘം. അതായത് മഴക്കാരാണ് പറയല്ലേ. കാണലില്ല. നമ്മൾ ഏതൊരു മേഘക്കിടയിൽ പോയി. സമയം 8:50 എടുത്ത ഫ്ലൈറ്റാണ്. 9:08 നമ്മൾ കൊച്ചി എത്തി. കൊച്ചി ലാൻഡ് ചെയ്യുന്നതിൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കൊച്ചിയിൽ ഇറങ്ങുന്നത്. എല്ലാവരും പറയുന്നത് എടുത്ത് കൊച്ചിയിൽ ലാൻഡ് ചെയ്യുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നല്ലത്. ഇതാണ് വിമാനത്തിൻ്റെ ബ്രേക്ക്. ഈ സാധനം താഴ്ത്തിട്ടാണ് ബ്രേക്ക് വരിക. We are about to land in കൊച്ചി. കൊച്ചിയിൽ കണ്ടത് ഫുള്ള് മറ്റേ വേൾഡിലെ തന്നെ ഫുള്ളി സോളാറിൽ വർക്ക് ചെയ്യുന്ന എയർപോർട്ടാണ് ഇത്, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. സോ വി ആർ ലാൻഡിങ്. അവിടെ ഒരു ഇൻഡിഗോ വേറെ കിടക്കുന്നുണ്ട് കേട്ടോ. ആകെ ഒരു അഡ്വഞ്ചർ പാർട്ടിലുള്ളത് ഈ ലാൻഡിങ് ടേക്ക് ഓഫ് മാത്രമാണ്.
യെസ്, കറക്റ്റ് 9:23 കൊച്ചിയിൽ വന്ന് നിർത്തി. ഇപ്പോൾ 8:50 അടുത്തത് 9:20. ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ്. 30 മിനിറ്റ്സ് അല്ല, ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ്. അതിൽ 20 മിനിറ്റ്സ് ഒക്കെയാണ് ഫ്ലൈയിങ് ടൈം ഉള്ളൂ. നമ്മൾ അകത്തേക്ക് ആയതുകൊണ്ട്, അതായത് ലക്ഷദ്വീപിക്ക് ആയതുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് മാറേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ സീറ്റ് ഇവിടെ തന്നെയാണ്. കൊച്ചിയിൽ ഇറങ്ങുന്നവരൊക്കെ ഇറങ്ങും. ഇനി ലക്ഷദ്വീപിക്കുള്ളവരൊക്കെ വന്ന് കയറും. Yes, again we are out for takeoff from Kochi. പറന്നു. ഇതാണ് കൊച്ചിയിൽ പറക്കുമ്പോഴുള്ള കാഴ്ച. അതായത് കടലും കരയും തമ്മിലുള്ള ലൈനാണ് ഈ ലൈൻ. അങ്ങനെ ചെറുതായി കാണുന്നത് ബീച്ചാണ്. ഇതിൻ്റെ പുറത്തോട്ട് ബീച്ച്, പിന്നെ അവിടേക്ക് കായലിലേക്ക് കയറി കിടക്കുന്ന കണക്ഷൻ. പക്ഷെ ഇപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ചെറിയ ഐലൻഡ്സ് ഒക്കെ കാണാൻ തുടങ്ങി. ഓൾമോസ്റ്റ് നമ്മൾ എത്താറായിട്ടോ ലക്ഷദ്വീപ്. എന്തായിരിക്കും കൊച്ചിയിൽ പോകുന്ന ക്രൂസ് ഷിപ്പ്? ഫോക്കസ് ആവുന്നില്ലല്ലോ. അത് അവിടെ കാണുന്നതാണ് ഐലൻഡ് കോർട്ടിലിയ. അവിടെ കരയുടെ അടുത്ത് കുറെ ഷിപ്പ് കാണുന്നുണ്ട്. ഇവിടെ ഒരു ബോട്ടൊക്കെ കാണുന്നുണ്ട്. ഇത് തന്നെയാണ് തോന്നുന്നുണ്ട് എയർപോർട്ട്. ഇവിടേക്ക് ഫ്ലൈറ്റ് ചലിക്കുന്നുണ്ട്. ബ്ലൂ കളർ ഉള്ളല്ലേ? നല്ല രസം. ഇത്രയും മുകളിലത്തെ വെള്ളം കണ്ടിട്ടില്ലല്ലോ. അപ്പുറത്തുണ്ടോ? നോക്ക്, അവിടെ കളർ നോക്ക്, ബ്ലൂ. പല പല ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ. നമ്മള് കരയോടെ അടുക്കും തോറും കളർ ഇങ്ങനെ ലൈറ്റ് ആയിട്ട് വരുന്നുണ്ടല്ലേ? ആഴം കുറഞ്ഞിട്ട്. എന്റെ മോനെ, എത്തി നമ്മുടെ ബീച്ചെത്തി. സഡൻ ബ്രേക്കിംഗ് ആണ്. ഈ കളർന്ന് കാണുന്നല്ലേ, അത് സീ ആണ്. കളർ നോക്ക്. ഹായ്, നല്ല കാറ്റുണ്ടല്ലേ? ഇതാണ് അപ്പൊ നമ്മള് വന്ന വിമാനം. ഒട്ടലുണ്ട് കമ്പിമേക്ക്. ഇവിടെ നമ്മളെ കൊണ്ട് ബസ്സൊന്നും വരൂല. നമ്മളിവിടെ നടന്നു തന്നെ പോണം. ഇതാണ് നമ്മളെ ATR. ഇതിന്റെ വീൽസ് ഇല്ലേ? ഈ വിമാനത്തിന്റെ വീൽ നോക്ക്. നമ്മുടെ കാറിന്റെ ടയറിനെ കാട്ടി ചെറുതാ. കാറിന്റെ ടയറിനെ കാട്ടി ചെറിയ വീലാണല്ലോ. ഇത് ഓട്ടോറിക്ഷയുടെ വീലാണല്ലോ. ഇതാണ് നമ്മുടെ കവരത്തി ഐലൻഡ്. അവരുടെ എയർ ആംബുലൻസ് ആണ് കേട്ടത്. ഫയർ നെസ്റ്റിന്റെ വണ്ടികളൊക്കെ നടക്കുന്നുണ്ട്. സംഭവം ആ ഒരു സ്റ്റിക്കി ഉണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ. തിരിച്ചു വരും. ഇപ്പഴത്തെ ഈ പോലെ ആയിരിക്കില്ല ചിലപ്പോ. നമ്മൾ 5 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ. നമ്മളവിടെ ഫ്ലൈറ്റ് ഇറങ്ങി ചെറിയ ഇടവഴി കൂടെയാണ് നമ്മൾ എയർപോർട്ട് പോകുന്നത്. എയർപോർട്ടിൽ നിന്ന് വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വന്ന് ഇവിടെയാണ് നമുക്ക് ഫസ്റ്റ് പെർമിറ്റ് കാണിക്കേണ്ടത്. പെർമിറ്റ് കാണിക്കാനുള്ള ഒരു ക്യൂ ആണ് കേട്ടോ.
ഇവിടെ അതിൻ്റെ ഉള്ളിലായിട്ടുള്ള ഒരു അക്വേറിയം ഉണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് സീ വാട്ടർ അക്വേറിയം പോലെ തന്നെ തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ഒറിജിനൽ മറ്റേ കോറൽസ് ആണ്. ഉള്ളിലൊക്കെ ക്ലൗൺ ഫിഷിന്റെ ഒരു വെറൈറ്റി ആണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ജസ്റ്റ് എയർപോർട്ടിന്റെ പുറത്തുള്ള കടലാണ്. എന്താ രസം അറിയോ കളർ. ബൂട്ട് അടക്കം നോക്ക്, എന്ത് ഫ്രെയിം നോക്ക്. നമ്മുടെ ചേട്ടൻ വന്നിട്ടുണ്ട്. പോവാം, പുറത്താണ് വണ്ടി എന്ന് പറഞ്ഞേ. പുറത്ത് കുട്ടോ, നമ്മളെ വന്ന ഫ്ലൈറ്റ് തിരിച്ചു വിടുന്ന ആളുകളെ കൊണ്ട് തിരിച്ചു പോവാണ്. യെസ്, അപ്പൊ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് വണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഞാൻ കയറിയിരുന്നു. പേര് നിസാമുദ്ദീൻ. യെസ്, അടുത്തന്നെ ഇവിടുന്ന് നമ്മുടെ റൂം 6 കിലോമീറ്റർ ഉണ്ടോ? 4 കിലോമീറ്റർ. മൊത്തം ആകെ 7 കിലോമീറ്റർ അല്ലേ? യെസ്, അതിൽ 4 കിലോമീറ്റർ നമുക്ക് വേണ്ടല്ലേ. നല്ല ക്ലിയർ സ്കൈ അല്ലേ? അടിപൊളി. തിരക്കാ എന്ത്? ഇപ്പൊ സീസൺ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തിരക്കായി തുടങ്ങിയോ? ആ ഷിപ്പ് എന്താ കാർഡിനലിന്റെ ഷിപ്പ്? കോർഡിനൽ ഷിപ്പ്. ഓക്കെ ഓക്കെ. അത് കൊച്ചി തന്നെ ഷിപ്പാ? ഒരു പ്രത്യേക എന്തോ ഒരു ഭംഗി. നല്ല ലൈറ്റും ഉണ്ട്, നല്ല രസം. ലൈറ്റ് അടിക്കുന്നുണ്ട്. ഓ, നമ്മളങ്ങനെ റൂമിലെത്തി. അതെ, ഈ ഫുൾ വീട് നമുക്ക് 5 ദിവസം നമ്മുടെയാണ്. ആണോ? സൈക്കിൾ ഓടിച്ച് പോവാ. ഇവിടെ കൊറേ വീടുകളിലൊക്കെ ഇങ്ങനെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മള് ഇങ്ങനെ കയറി ചെന്ന് ഇവിടെ ഡൈനിങ് ഹാൾ, ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെ ഒരു റൂമുണ്ട് വിത്ത് AC വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. നല്ല റൂമാണ്. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെയും വാഷ്റൂമൊക്കെ ഉണ്ട്. അടിപൊളി. ഇവിടെ നമുക്ക് ഡൈനിങ് ടേബിൾ ഉണ്ട്, കിച്ചൺ ഉണ്ട്. ഇവിടെ വീണ്ടും ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. വാവ്, സെറ്റ് സ്ഥലട്ടോ ഇത്. അടിപൊളിയായിട്ടുണ്ട്. നൈസ്, എനിക്കിഷ്ടമായി. കുട്ടാപ്പോ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇഷ്ടമായോ? സ്ഥലം ഇഷ്ടമായോ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ വന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് ചില്ല് ചെയ്യണം, കുറച്ച് ഭക്ഷണം കഴിക്കണം, കുറച്ച് റെസ്റ്റ് എടുക്കണം. എന്നിട്ട് 4 മണിക്ക് നമുക്ക് 4 മണിക്കല്ല 4:45 ചേട്ടൻ വരും. നമുക്ക് ഇന്ന് സൈറ്റ് സീയിങ്ങിന് പോകാമെന്നാണ് പറഞ്ഞത്. ഇവിടെ അടുത്തൊരു ബീച്ചുണ്ട്, ചിലപ്പോൾ പറ്റുവാണെങ്കിൽ അവിടേക്ക് വേണമെങ്കിൽ പോകാം. നമ്മുടെ ഇന്നത്തെ ലഞ്ച് വന്നു. തേങ്ങാച്ചോറും നല്ല ചിക്കൻ കറിയും. രാത്രി എന്താ പറഞ്ഞേ? രാത്രി റൈസും ഫിഷും. യെസ്. അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു അല്ലേ? നല്ല ഹോംലി ഫുഡായിരുന്നു. യെസ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് സമയം ഇപ്പോൾ വരുമ്പോൾ 4 മണി 4:30. ഇവിടെ അടുത്ത് തന്നെ, ഇവിടെ എല്ലായിടത്തും ബീച്ചാണ്. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു ബീച്ചിലോട്ട് പോകാൻ പോവാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ നടന്ന് ബീച്ചിലെത്തിയത്. അവിടെ ഷിപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലൈറ്റിൽ കണ്ടില്ല ആ ഷിപ്പ്. അവിടെയാണ് ഒന്ന് നങ്കൂരം ഇട്ടിരിക്കുന്നത്. ഇത് ആരൊക്കെന്നുള്ള നമ്മൾ പറഞ്ഞില്ലല്ലോ. സിനാൻ ബ്രോ 20-ാം തീയതി ദുബായിന്നെത്തി അല്ലേ? അപ്പം നമ്മൾ ആക്ച്വലി ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കാലിക്കറ്റിക്ക് വന്നു, ഇവർ കണ്ണൂരിൽ നിന്ന് കാലിക്കറ്റിക്ക് വന്നു. യെസ്. അവർ റെഡി ആയില്ലേ? ഹായ് പറയുന്നു. അതെ. കഴിഞ്ഞ വർഷം നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പാണ് അടിച്ചത്. അതിന് മുന്നത്തെ വർഷം ഞങ്ങൾ കൂർഗിലേക്ക് പോയി. പ്രാവശ്യം നമ്മൾ ലക്ഷദ്വീപിലേക്ക് വന്നു. കുട്ടപ്പോ എവിടെയുള്ളേ? ഷിപ്പോക്ക്
ഫുൾ തെങ്ങല്ലേ. നമ്മളങ്ങനെ ബീച്ചൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴേക്കും നമ്മുടെ ചേട്ടൻ വന്നു. അപ്പോൾ വണ്ടിയിൽ കയറി നമ്മുടെ ഇന്നത്തെ ലക്ഷദ്വീപ് കറക്കം ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ലഗൂൺ ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ലഗൂൺ ബീച്ച് ഇതാണ് നോർത്ത് എൻഡാണ് കേട്ടോ. ഈ ഐലൻഡിന്റെ നോർത്ത് എൻഡിലാണ് ഈ ബീച്ചുള്ളത്. നമ്മളോരോ ചായ കുടിക്കുന്നത്. ഇതെന്താ ഫിഷ് കട്ട്ലറ്റാ? എങ്ങനെയുണ്ട്? ഇവിടെ എല്ലാം ഫിഷാണ് കേട്ടോ. ഫിഷ് കട്ട്ലറ്റ്, ഫിഷ് സമൂസ, ഫിഷ് പഴംപൊരി. ഇതാണ് നമ്മളെ ചായക്കട. അപ്പം നമ്മൾ ചായ കുടിച്ചിട്ട് ഇവിടെ നല്ല രസമുള്ള ഊഞ്ഞാലിൽ കേട്ടോ. ഇവിടെ നമുക്ക് ഊഞ്ഞാലാടാൻ വന്ന്. കുട്ടൂന് ഊഞ്ഞാലാടണോ? നിനക്ക് സോ ദിസ് ഈസ് ലഗൂൺ ബീച്ച്. ഈ വെള്ളത്തിന്റെ കളർ കാരണമുണ്ടോ ലഗൂൺ എന്ന് പറയുന്നത്? നല്ല ബ്ലൂ കളർ വെള്ളം കേട്ടോ. ഇവിടെ അങ്ങോട്ട് താഴോട്ട് പോകുന്നതോറും ലൈറ്റ് ആയിട്ട് ബ്ലൂ. മണൽ എന്ത് രസല്ലേ, നല്ല വൈറ്റ് കളർ മണല്. നമ്മളടുത്ത ബീച്ചിലോട്ട് വന്നിരിക്കുന്നത്. ഇത് ഏത് ബീച്ചാ? വെസ്റ്റേൺ ജെട്ടിയാ പോകുന്നത്. ഓക്കെ. സൺറൈസ് നമുക്ക് ഏത് ബീച്ചിലാണ് കിട്ടുക? അന്തം ബീച്ച്. ഓക്കെ. ആ സൈഡിൽ സൺസെറ്റ് ഇങ്ങനെ ആവുന്ന യെല്ലോ കളറ്, ഗ്രീൻ കോക്കനട്ട്സ്, തെങ്ങ്, ഇടയ്ക്ക് ബ്ലൂ. നല്ല രസം. നമ്മളൊരു കടൽ പാലത്തേക്ക് വന്നു. നല്ല രസമുണ്ട് ഇവരുടെ ലോക്കൽ ലൈഫൊക്കെ കാണാൻ. അവിടെ ദൂരെയില്ലേ നമ്മുടെ നാട്ടിലൊക്കെ കുടുംബശ്രീയൊക്കെ കൂടുന്ന പോലെ ഇവിടുത്തെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് ചില്ല് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പിള്ളേരുകളൊക്കെ ഫുള്ള് ബീച്ച് സൈഡ് തന്നെ. സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് ഫുള്ള് കളിക്കുന്നതൊക്കെ. ഇതിൽ കുറേ പേരൊന്നും ടൂറിസ്റ്റ് അല്ല, കുറേ പേരൊക്കെ ഇവിടുത്തെ ലോക്കൽ പിള്ളേരാണ്. അതിലൂടെ ഷാക്ക് പോലെ കുറേ ടെൻസൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതുണ്ടോ, ഇതൊരു പഴയ കേടുവന്ന ബോട്ടാവുന്നു. നല്ല രസമുണ്ട്. ഇതിൽ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറേ ഫോട്ടോ സെഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടീക്കാണ് ഫോട്ടോഗ്രാഫർ. സണ്ണിങ്ങനെ ജസ്റ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സൺസെറ്റ് കാണാൻ കുറച്ചും കൂടി ഇതോ അവിടെ ഉള്ളൊരു ബീച്ചിൽ പോകും. അതൊക്കെ പിള്ളേരൊക്കെ മറ്റേ ഫ്ലോട്ടിങ് സാൻഡിൽ കളിക്കുന്നു. എന്ത് ചെയ്യണ്ടേ? ഓൾമോസ്റ്റ് സെറ്റ് ആവാറായി. നമ്മൾ സൺസെറ്റ് ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് വേറെ അടുത്തൊരു ബീച്ചിൽ കൂടെ പോകണം. ഇതാണ് നമ്മുടെ വണ്ടി, FG കാർ. സൺസെറ്റ് കാണാൻ വേണ്ടിട്ട് വേറെ ബീച്ചിലേക്ക്. ആക്ച്വലി കുറച്ച് ക്ലൗഡറാണ്, അതുകൊണ്ട് സൺസെറ്റ് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. ലക്ഷേ പക്ഷെ കിടലം ബീച്ചില്ല. ഇത് കുറച്ചുകൂടി നല്ല നല്ല അടിപൊളി തെങ്ങൊക്കെ ആയിട്ട് അടിപൊളി ബീച്ച്. നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള ബീച്ച്. തെങ്ങ്, നല്ല ഫ്രെയിം.
അപ്പോൾ ഇതാണ് അൻഡാൻ ബീച്ച്. നല്ല വൈറ്റ് കളർ സാൻഡ് കേട്ടോ, നല്ല പൊടി പൊടി തരി നല്ല നൈസ് ആയിട്ടുള്ള സാൻഡ്. സൂര്യനാട് അങ്ങനെ ഒരു ദിവസത്തെ കറക്കം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലൊക്കെ. നാളെ നമുക്ക് കുറേ പരിപാടികളുണ്ട്. നാളെ സ്നോർക്കലിംഗ് ഉണ്ട്, നാളെ അങ്ങനെ കുറച്ചധികം പരിപാടികളുണ്ട്. അപ്പം ഇന്ന് രാത്രി നമുക്ക് ഡിന്നർ കഴിച്ച് സൂപ്പറായിട്ട് കിടന്നു നോക്കണം. എങ്ങടെ സ്റ്റീൽ ബോഡിയൊക്കെ കണ്ടിട്ട് അപ്പോൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങിയൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിയിരിക്കണം. എന്തൊക്കെയാ, ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകണം, പിന്നെ മാർക്കറ്റിൽ പോകണം, പിന്നെ വെറുതെ ഇങ്ങനെ നടക്കണം. കുട്ടോ കാണണ്ടല്ലോ. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടുത്തെ ഒരു കടയിലെത്തി. സൂപ്പർ മാർക്കറ്റ്. നമുക്ക് ഒരു കണ്ടീഷണറൊക്കെ വാങ്ങായിരുന്നു. മുടിയൊക്കെ ഭയങ്കര സ്റ്റിക്കി ആവുന്നുണ്ട്. നമ്മൾ സൂപ്പർ മാർക്കറ്റിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഈ സാബിക്ക് ക്യാപ്പ് അന്വേഷണമൊക്കെയാണ്. ഇവിടെ അതിവിശാലമായ ഷോറൂമുണ്ട്, മാളൂട്ടി എന്നാണ് പേര്. അതെ, സാബിനെ ഫ്ലിപ്കാർട്ട് പറ്റിച്ചു. ഞങ്ങളതുകൊണ്ട് മാളൂട്ടിയിലേക്ക്. അതെ, ഇന്ന് മാളൂട്ടിന്നാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നത്. ഇവിടുത്തെ വലിയൊരു പള്ളി കേട്ടോ. നമ്മളെ റൂമില്ല, അതിൻ്റെ അടുത്തും ഒരു പള്ളിയുണ്ട്. ഇതാണ് മാളൂട്ടി. ഇപ്പോൾ ഇതായിരിക്കും മാളൂട്ടി. അവിടെയുണ്ട് ഷോപ്പ്. നമുക്കപ്പോൾ രാത്രി ഫിഷ് ഫ്രൈ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ലഗൂൺ ഫിഷ് എന്നൊക്കെയാണ് പറഞ്ഞത്, എന്താണെന്നൊന്നും അറിയില്ല. ഇങ്ങനെയുണ്ടെന്ന് കഴിച്ചോക്കാം. ചെറിയ മീനല്ലോ, ആവോലിയുടെ ഒക്കെ ഒരു സൈസ്. ഓക്കെ, അപ്പോൾ നല്ല ഫ്രഷ് ഫിഷൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിഞ്ഞു. നാളെ ആക്ച്വലി ഫ്രൈഡേ ആയതുകൊണ്ട് ഇവിടെ സ്നോർക്കലിങ്ങിൻ്റെ ബോട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നാളെ നമ്മൾ സ്കൂബ ഡൈവിങ്ങിന് പോകണം, പിന്നെ കയാക്കിങ്ങിന് പോകണം, പിന്നെ എല്ലാവരും ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നാളത്തെ കാഴ്ചകളിൽ പുതിയൊരു എപ്പിസോഡിൽ കാണാം. അതുവരെയും ബൈ ബൈ. ഇവിടുത്തെ കുറേ തെങ്ങുകളുണ്ട്. ഇവിടെ കള്ള് ചെത്തലുണ്ട് കേട്ടോ. കള്ളന്നെ മീര. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെയാണ് സ്കൂബൊക്കെ ചെയ്യുന്നത്.